വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പോർക്കാട്ടേരി OPKയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആവണി വേക്കോട്ട് എഴുതി പുറത്തിറക്കുന്ന ആവണിപ്പൂക്കൾ കവിതാ സമാഹാരത്തിന്റെ കവർ ഏറാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് പ്രകാശനം ചെയ്തു. തന്റെ കുഞ്ഞു മനസ്സിലൂടെ ചുറ്റുപാടിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്വന്തം ശൈലിയിലൂടെയാണ് മിക്ക കവിതകളും എഴുതിയത്. യൂറീക്ക പോലെയുള്ള ഒട്ടേറെ മാസികകളിൽ ആവണിയുടെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൃഷ്ടിപദം പബ്ലിക്കേഷനാണ് കവിത പുറത്തിറക്കുന്നത്. എഴുതിയ കവിതകൾ മനോഹരമാണ്. ആവണിയെപ്പോൾ തന്നെ മനോഹരമാണ്. ഇതിൻ്റെ പേര് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ വളരെ നല്ലൊരു പേരാണ്. ആവണിയുടെ ആവണിപ്പൂക്കൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു നല്ലൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. ചെറിയ മക്കൾ ഇത്തരത്തിലേക്ക് വളർന്നു വരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം നേരത്തെ എൻ്റെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമാകുമ്പോൾ മൊബൈൽ ഫോണുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന അച്ഛൻ്റെ കയ്യും പിടിച്ച്, ഞങ്ങൾ തന്നെ പറയാം, ബിജുവേട്ടൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന സമയത്ത് കാണുന്ന ചക്കയും മാങ്ങയും അതുപോലെ തുമ്പപ്പൂക്കളുമൊക്കെ തുമ്പികളുമൊക്കെ കണ്ടിട്ട് അത് മനസ്സിൽ വരുന്ന ആ സമയത്ത് കഥകളായി വീട്ടിൽ പോയി ബുക്കിൽ പകർത്തി അത് പിന്നീട് യുറീകയ്ക്ക് അയച്ചു കൊടുത്ത് അതിന് 30ഓളം കവിതകൾ വളരെ മനോഹരമായി ആവണിപ്പൂക്കൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങുകയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, സാഹിത്യകാരന്മാർ വളരെ കുറവാണ്. നമുക്കറിയാം, സാഹിത്യ രംഗത്തേക്കുള്ള ആളുകൾ വളരെ കുറവ്. ഇപ്പം ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, ഹന്ന എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരി ടീച്ചറാണ്. ആ ടീച്ചർ ഇപ്പോൾ ഒരു സാഹിത്യത്തിന് ഒരു അവാർഡിന് വേണ്ടി ഒരു കവിത അയച്ചിട്ടുണ്ട് എന്ന്, സാഹിത്യ അവാർഡ് അന്നക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്തരത്തിൽ വളർന്നു വരുന്ന ആളുകളെ സമൂഹത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തരവാദിത്ത ബോധമാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. ആവണിയുടെ കവിതകൾ, പല കവിതകളും ആവണിയുടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ വായിച്ചത് വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്, നാട്ടിൻ്റെ അതേ രീതിയിലാണ് ആവണി പകർത്തുന്നത്. അച്ഛൻ പറഞ്ഞു കൊടുത്ത് സാധാരണഗതിയിൽ കവി എത്ര കുട്ടികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും, പലപ്പോഴും രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആവണിക്ക് സപ്പോർട്ട് ലഭിക്കുന്നത് അങ്ങനെയല്ല. ആവണി എന്താണോ കാണുന്നത് അത് അതേപടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകർത്തി എഴുതി അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, തുമ്പപ്പൂവിൻ്റെയും അതുപോലെ ചക്കയുടെയും നാട്ടിൽ കാണുന്ന മറ്റു പൂക്കളുടെയും ഒക്കെ കഥ പറയുന്നത് അത് വളരെ മനോഹരമായിട്ട് ആവണി എഴുതി ചേർക്കുകയാണ്. അവസാന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് ഒരു കവിത, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കവിത ആവണിയുടെ അന്ന് വായിക്കാൻ എനിക്കിടയായി. ശരിയായ രീതിയിൽ കോവിഡ് എന്താണെന്ന് ആ ചെറിയ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പം അത്തരത്തിലുള്ള കവിതകൾ എഴുതി ഈ നാടിൻ്റെ നമ്മുടെയൊക്കെ അഭിമാനം, എനിക്കതിന് അഭിമാനമുണ്ട്. എൻ്റെ വാർഡിൽ ഒരു കുട്ടി ഇത്തരത്തിൽ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. MK വിനോദൻ അധ്യക്ഷത വഹിച്ചു. കവയിത്രി ഹന്ന സ്വാഗതം പറഞ്ഞു. സൃഷ്ടിപദം പബ്ലിക്കേഷൻ കോർഡിനേറ്റർ സജിത് IP, ഗോപാലൻ കിഴക്കയിൽ, രാജൻ VOK, പുഷ്പ, വിനോദൻ പുനത്തിൽ, രവീന്ദ്രൻ MN, VP കുഞ്ഞബ്ദുള്ള, ബിജു വേക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു.